ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും അവസരങ്ങൾ നൽകുന്നതുമാണ് രാജ്യത്തിന്റെ പാരമ്പര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. 58 ലക്ഷം സ്വാമിത്വ ഭൂവുടമ കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ വിതരണം ചെയ്യും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി റിപ്പോർട്ട്. പ്രിയ സാഹിത്യകാരന് വിട നൽകി മലയാളം. MT വാസുദേവൻ നായരുടെ സംസ്കാരം കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഗോത്രവർഗ മേഖലയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്കെതിരെ ഓസീസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 7 വിഭാഗങ്ങളിലായി മികച്ച നേട്ടം കൈവരിച്ച 17 കുട്ടികൾ ഇന്ന് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാര ജേതാക്കളായ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ അസാധാരണവും വിസ്മയകരവുമാണെന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. ഗുരു ഗോവിന്ദ് സിംഗിന്റെ പുത്രന്മാരുടെ ധീരതയ്ക്കും ത്യാഗത്തിനും ശ്രീമതി മുർമു ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഗുരു ഗോവിന്ദ് സിംഗിന്റെ പുത്രന്മാരുടെ സമാനതകളില്ലാത്ത ത്യാഗത്തെയും ധൈര്യത്തെയും ബഹുമാനിക്കുന്നതിനാണ് എല്ലാ വർഷവും വീർബാൽ ദിവസ് ആചരിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. अपने देश के बच्चों के लिए आदर्श प्रस्तुत किए. किसी ने अपनी जान जोखिम से डालकर बहादुरी के साथ लोगों की जान बचाई. किसी ने मेडिकल कंडीशन के बावजूद दिव्यांगजनों की सहायता के लिए कार्य किए हैं. किसी ने खेल कूद अथवा कला के क्षेत्र में असाधारण योगदान दिया है, तो किसी ने देश प्रेम का आदर्श प्रस्तुत किया है. देश प्रेम की भावना ही बच्चों को और राष्ट्रहित के लिए समर्पित होने के मार्ग पर ले जाती है. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതും അവസരങ്ങൾ നൽകുന്നതുമാണ് രാജ്യത്തിന്റെ പാരമ്പര്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ കാശ്മീർ സന്ദർശിക്കും. ജമ്മുവിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി സർവകലാശാലയിൽ 10ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രവും ഭൈറോൺ ബാബ മന്ദിറും ശ്രീ ജഗ്ദീപ് ധൻഖർ സന്ദർശിക്കും. ഐക്യത്തിന്റെ അടിസ്ഥാന മന്ത്രം ഗുരുക്കന്മാർ പകർന്ന വിജ്ഞാനം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശാലതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവരെയും തുല്യ ബഹുമാനത്തോടെ കാണുക എന്ന ചിന്തയോടെ ഭരണഘടനയും നമ്മെ പ്രചോദിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. संविधान में सिखाता है कि देश में कोई भी छोटा बड़ा नहीं है और ये नीति, ये प्रेरणा हमारे गुरुओं के सर्वदा भला के उस मंत्र को भी सिखाती है, जिसमें सभी के समान कल्याण की बात कही गई है. गुरु परंपरा ने हमें सभी को एक समान भाव से देखना सिखाया है और संविधान भी हमें इसी विचार की प्रेरणा देता है. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും പരമപ്രധാനമായി നിലനിർത്താനുള്ള തത്വവും ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. മലയാളത്തിന്റെ പ്രിയ MT ഇനി ദീപ്തസ്മരണ. സംസ്കാര ചടങ്ങുകൾ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ കോഴിക്കോടെ വസതിയിൽ MT വാസുദേവൻ നായർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ചലച്ചിത്ര, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ MTയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ MTയോടുള്ള ആദരസൂചകമായി 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 64.64 കോടി വോട്ടുകൾ രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 65.78% വോട്ടെടുപ്പിലെ സ്ത്രീ പങ്കാളിത്തം. വിശദമായ 42 സ്ഥിര വിവര റിപ്പോർട്ടുകളിലാണ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 14 റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തിറക്കി. 58 ലക്ഷം സ്വാമിത്വ ഭൂവുടമ കാർഡുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും.
10 സംസ്ഥാനങ്ങളിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്കാണ് കാർഡുകൾ നൽകുന്നത്. പദ്ധതിയിലൂടെ 2 കോടി ഭൂവുടമ കാർഡുകളുടെ വിതരണം ഇതോടെ പൂർത്തിയാവും. ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ചടങ്ങിൽ സംവദിക്കും. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി SP സിംഗ് ബാദൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരാവും. വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള പാർലമെന്റിന്റെ സംയുക്ത സമിതി ഇന്ന് കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷകാര്യ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുമായും റവന്യൂ സെക്രട്ടറിമാരുമായും കൂടിക്കാഴ്ച നടത്തി. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് പര്യടനം നടത്തുമെന്ന് യോഗത്തിനു ശേഷം സമിതി അധ്യക്ഷൻ ജഗദംബിക പാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 2024 മാത്രം ഏകദേശം 23 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണിത്. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും DGPക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥർക്ക് മോഡിഫൈഡ് അഷ്വേർഡ് കരിയർ പ്രോഗ്രഷൻ സ്കീമിന് കീഴിലുള്ള 3ാമത്തെ സാമ്പത്തിക നവീകരണത്തിന്റെ ആനുകൂല്യം ലഭ്യമാക്കാൻ അതിർത്തി രക്ഷാസേനയോട് ഡൽഹി ഹൈക്കോടതി. വിരമിച്ച BSF ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. അടിസ്ഥാന ശമ്പളവും പെൻഷനും പരിഷ്കരിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ 3ാം ഘട്ടം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കേരളത്തിൽ നിന്നുള്ള 250 പേരാണ് 3ാം ഘട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുക. വിജയികളാകുന്നവർ ജനുവരി 11, 12 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കും. ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങൾക്കായി ചെസ് മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 4 കണ്ണൂരിലാണ് മത്സരം. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 31 അപേക്ഷ സമർപ്പിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് ഈ മാസം 29 രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭിക്കും. മൻ കി ബാത്തിലേക്കുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നാളെ വരെ സമർപ്പിക്കാം. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസ് എന്ന നിലയിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതമാണ് വിജയിച്ചിരിക്കുന്നത്. ഒരു മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ കേരളം ജമ്മു കാശ്മീരിനെയും മേഘാലയ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെയും നേരിടും. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷയെ 3-1 പരാജയപ്പെടുത്തി പശ്ചിമ ബംഗാളിന് ജയം. 2ാം ക്വാർട്ടറിൽ ഡൽഹി മണിപ്പൂരിനെ നേരിടുന്നു. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30 നട വീണ്ടും തുറക്കും. ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി GS ശ്രീധരന്റെ റിപ്പോർട്ട്. നവംബർ 16 നട തുറന്നതു മുതൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രി 9:50 ഹരിവരാസനം പാടി 10 നടയടച്ചാൽ പിന്നെ മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30 വൈകിട്ട് 5 വീണ്ടും നട തുറക്കും. ജനുവരി 14 മകരവിളക്കും നടക്കും. 8ഓളം ശബരി സ്പെഷ്യൽ ട്രെയിനുകൾ വേണ്ടത്ര യാത്രക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് റദ്ദാക്കിയതായി സൌത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. അതേസമയം ക്രിസ്മസ് അവധിയോടനുബന്ധിച്ചുള്ള യാത്രക്കാരുടെ അധിക തിരക്ക് പരിഗണിച്ച് നാളെയും മറ്റന്നാളുമായി ബംഗളൂരുവിൽ നിന്നും കൊച്ചുവേളിയിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 0.39 താഴ്ന്ന് 78,472 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 22 പോയിന്റ് ഉയർന്ന് 23,750 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 57,000 രൂപയും ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 7,125 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതും അവസരങ്ങൾ നൽകുന്നതുമാണ് രാജ്യത്തിന്റെ പാരമ്പര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. 58 ലക്ഷം സ്വാമിത്വ ഭൂവുടമ കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ വിതരണം ചെയ്യും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി റിപ്പോർട്ട്. പ്രിയ സാഹിത്യകാരന് വിട നൽകി മലയാളം. MT വാസുദേവൻ നായരുടെ സംസ്കാരം കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഗോത്രവർഗ്ഗ മേഖലയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യക്കെതിരെ ഓസീസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എന്ന നിലയിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.